നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ജോലിയുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, ബില്ലുകൾ അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഓരോ മാസം കഴിയുമ്പോഴും പണം എങ്ങോ പോകുന്നു. അക്കൗണ്ട് നോക്കുമ്പോൾ മനസ്സിലൊരു ചോദ്യം: ഇതെവിടെ പോയി? ഇതാ ആരും പറഞ്ഞു തരാത്ത സത്യം. ഇതൊരു കണക്കിന്റെ പ്രശ്നമല്ല, ഇതൊരു മനസ്സിന്റെ പ്രശ്നമാണ്. ആ മനസ്സ് ശരിയാക്കിയില്ലെങ്കിൽ പുറത്തുനിന്നൊന്നും മാറില്ല. ഒരു കഥ പറയട്ടെ. രണ്ടുപേർ, ഒരേ നഗരം, ഒരേ ശമ്പളം, ഒരേ തുടക്കം. 45 വയസ്സാകുമ്പോൾ ഒരാൾ സ്വതന്ത്രൻ, സാമ്പത്തിക ആശ്രിതത്വമില്ല, ജോലിക്ക് ആർക്കും കടപ്പെടാതെ ജീവിക്കുന്നു. മറ്റേയാൾ ഇപ്പോഴും ശമ്പളം കിട്ടുന്ന ദിവസം കാത്തു ജീവിക്കുന്നു, ടെൻഷനോടും കടബാധ്യതകളോടും, ഇനിയും ഒരു ദിവസം കൂടി എന്ന ചിന്തയോടും. ഒരേ ശമ്പളം, തികച്ചും വ്യത്യസ്ത ജീവിതം. വ്യത്യാസം എന്താണ്? ബുദ്ധിയല്ല, ഭാഗ്യമല്ല, ഡിസിപ്ലിൻ പോലുമല്ല, ആളുകൾ ചിന്തിക്കുന്ന അർത്ഥത്തിൽ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ ഓരോരുത്തരും, അച്ഛനമ്മമാർ, സമൂഹം, മീഡിയ, സ്കൂൾ, ഇവർ നൽകിയ ഒരു പ്രോഗ്രാമിംഗ് ആയി ജനിക്കുന്നു. പണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം, അനുഭവിക്കണം, പ്രവർത്തിക്കണം, ഇതെല്ലാം ആ പ്രോഗ്രാമിംഗ് നിർണ്ണയിക്കുന്നു. ആ പ്രോഗ്രാമിംഗിൽ ഭൂരിഭാഗവും തെറ്റായതാണ്. ഓർക്കൂ, ജീവിതത്തിൽ ആദ്യമായി പണത്തെക്കുറിച്ച് കേട്ട വാക്കുകൾ എന്തായിരുന്നു? പൈസ മരത്തിൽ കായ്ക്കുന്നതല്ല, ഞങ്ങൾക്കതിന് കഴിവില്ല. അമ്പലത്തിൽ ചോദിക്കൂ, ദൈവം തരും. പണക്കാർ ദുഷ്ടന്മാരാണ്, പൈസയെക്കുറിച്ച് പരസ്യമായി പറയരുത്, ലജ്ജയില്ലേ? ഇവ വെറും വാക്കുകളല്ലായിരുന്നു, ഇവ നിർദ്ദേശങ്ങളായിരുന്നു. ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോയ നിർദ്ദേശങ്ങൾ. അവ വിശ്വാസങ്ങളായി, ആ വിശ്വാസങ്ങൾ ശീലങ്ങളായി, ആ ശീലങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യമായി. നിങ്ങൾ ഈ മൈൻഡ് സെറ്റ് തെരഞ്ഞെടുത്തതല്ല, ആരോ നിങ്ങൾക്ക് തരികയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പ്രോഗ്രാംഡ് ആയതിനെ റീപ്രോഗ്രാം ചെയ്യാം. ഭൂരിഭാഗം ഫൈനാൻഷ്യൽ ഗുരൂസും ഒരു കാര്യം പറഞ്ഞു തരില്ല. കാരണം ഒരു ബജറ്റിംഗ് ആപ്പ് വിൽക്കുന്നതാണ് അവർക്ക് ലാഭം. നിങ്ങളുടെ തലച്ചോർ നല്ല ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. ഗൗരവമായി പറയുകയാണ്, ആദിമ മനുഷ്യൻ ജീവിച്ചത് ഭക്ഷണം തേടിയും ജീവൻ രക്ഷിച്ചു. ആ കാലത്ത് ഭാവി ആലോചിച്ച് ഇന്ന് ഭക്ഷണം വേണ്ടെന്ന് വെച്ചാൽ മരണമുറപ്പ്. ഇപ്പോൾ ആവശ്യമുള്ളത് ഇപ്പോൾ എടുക്കണം എന്ന് തലച്ചോർ പഠിച്ചു. ആ പഴഞ്ചൻ വയറിംഗ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിയന്ത്രിക്കുന്നു. ന്യൂറോ സയന്റിസ്റ്റ്സ് ഇതിനെ പ്രസന്റ് ബയസ് എന്ന് വിളിക്കുന്നു. ഭാവി ആനന്ദത്തേക്കാൾ ഇപ്പോഴത്തെ സന്തോഷം തലച്ചോർ കൂടുതൽ വിലമതിക്കുന്ന പ്രവണത. അതുകൊണ്ടാണ് 2000 രൂപ ഡ്രസ്സ് വേണ്ടെന്നറിയാം, പക്ഷെ വാങ്ങുന്നു. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയാം, പക്ഷെ അടുത്ത മാസമാകുന്നു. അതുകൊണ്ടാണ് മൺഡേയിൽ ബജറ്റുണ്ടാക്കി വെനസ്ഡേയിൽ പൊളിക്കുന്നു. ഇത് ദൗർബല്യമല്ല, ന്യൂറോ സയൻസ് ആണ്. ഈ ഗെയിം മനസ്സിലാക്കിയാൽ ജയിക്കാൻ കഴിയും. ഓക്കെ, ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കൂ. നിങ്ങൾ ജീവിക്കുന്നത് ഒരു മഷീനിനുള്ളിലാണ്. ആ മഷീനിൽ $1 ബില്യൺ ചെലവഴിച്ച് ലോകത്തിലെ ഏറ്റവും മിടുക്കരായ സൈക്കോളജിസ്റ്റ് ജോലി ചെയ്യുന്നു, നിങ്ങളുടെ വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. ഓരോ ആഡും ഡോപ്പമീൻ റെസ്പോൺസ് ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്തതാണ്. ഓരോ ലിമിറ്റഡ് ഓഫറും നിങ്ങളുടെ സ്കേഴ്സിറ്റി റിഫ്ലെക്സ് ട്രിഗർ ചെയ്യാൻ. ഓരോ ഇൻഫ്ലുവൻസറിന്റെ ജീവിതവും നിങ്ങൾ പിന്നിലാണ് എന്ന് തോന്നിക്കാൻ. ഇത് കോൺസ്പിറസി തിയറിയല്ല, ഇത് ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഇവർ ആനുവൽ റിപ്പോർട്ട്സിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് ആണ് ഇവർ വിൽക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കാത്ത പണം കൊണ്ട് ആ ഇമോഷൻസ് വാങ്ങുന്നു. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ, റീറ്റെയിൽ തെറപ്പി, ഇമോഷണൽ സ്പെൻഡിംഗ്, കീപ്പിംഗ് അപ്പ് വിത്ത് ദ ജോൺസസ്. ഇവ വീക്ക്നെസ്സുകളല്ല, പ്രെഡിക്റ്റബിൾ സൈക്കോളജിക്കൽ റെസ്പോൺസുകളാണ്. ട്രിഗർ ചെയ്യാൻ ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റത്തിന്റെ ഫലം. ഈ ഗെയിമിന്റെ യഥാർത്ഥ സ്വഭാവം കാണുക, അതാണ് ആദ്യ ചുവട്. ഇനി ആഴത്തിൽ നോക്കാം. ഒരു പ്രോബ്ലം ഉണ്ടെന്നറിയുക, അതൊരു കാര്യം. അത് എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുക, അതാണ് ഉണർവ്. ഭൂരിഭാഗം ആളുകളും ഒരിക്കലും ഇതിൽ ഉണ്ടെന്ന് തിരിച്ചറിയില്ല. ഇവിടെ 6 മണി സൈക്കോളജി ട്രാപ്സ്. സ്കാർസിറ്റി. ദരിദ്രമായ കുടുംബത്തിൽ വളർന്നെങ്കിൽ തലച്ചോർ ഒരു കാര്യം നേരത്തെ പഠിച്ചു: ഒരിക്കലും ആവശ്യത്തിനുണ്ടാകില്ല. ആ ലെസണിന് ഒരു ടൈമിൽ ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് അതൊരു പ്രിസണാണ്. മൈൻഡ് സെറ്റ് ഉള്ളവർ ഷോർട്ട് ടേം ഡിസിഷൻസ് എടുക്കുന്നു, ലോങ് ടേം പോവർട്ടി ഉറപ്പാക്കുന്ന ഡിസിഷൻസ്. അല്പം കൂടി ക്വാളിറ്റി ഉള്ളത് വാങ്ങാൻ ഭയം,
ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയം. ആ പൈസ വേണ്ടി വന്നാൽ ശമ്പളം കുറഞ്ഞ ജോലിയിൽ നിൽക്കും, ഉള്ളത് പോകരുത് എന്ന് ഭയന്ന്. സ്കാർസിറ്റി തിങ്കിങ് നിങ്ങളെ തോൽക്കാതിരിക്കാൻ പ്ലേ ചെയ്യിപ്പിക്കുന്നു, ജയിക്കാൻ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല. ഏറ്റവും ക്രൂരമായ ഭാഗം, റിസർച്ച് കാണിക്കുന്നത് സ്കാർസിറ്റിയെക്കുറിച്ചുള്ള വറി തന്നെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി കുറയ്ക്കുന്നു. പണത്തെക്കുറിച്ച് സ്ട്രെസ് ഉള്ളപ്പോൾ നല്ല ഡിസിഷൻസ് എടുക്കാനുള്ള മെന്റൽ പവർ കുറഞ്ഞു പോകുന്നു. ട്രാപ്പ് സ്വയം മുറുകുന്നു. ഒരു അൺകംഫർട്ടബിൾ ട്രൂത്ത്, നിങ്ങൾ വാങ്ങുന്ന ഭൂരിഭാഗം സാധനങ്ങളും ആവശ്യം കൊണ്ടല്ല, അത് നിങ്ങളെ ആരോ ആക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ്. കാർ ട്രാൻസ്പോർട്ട് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡ്രസ് വാംത്ത് അല്ല, അതൊരു സിഗ്നലാണ്. റെസ്റ്റോറൻറ്റ് ഫുഡല്ല, അതൊരു പെർഫോമൻസ് ആണ്. സൈക്കോളജിസ്റ്റ് ഇതിനെ സിംബോളിക് സെൽഫ് കംപ്ലീഷൻ എന്ന് വിളിക്കുന്നു. ജീവിതത്തിലുള്ള ഗ്യാപ്സ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുന്ന ടെൻഡൻസി. കൺസ്യൂമർ ഇക്കോണമിയുടെ ഏറ്റവും ബ്രില്യൻ ട്രിക്ക് ഇതാണ്. പൈസ ചെലവ് ചെയ്യുന്നതാണ് ആളാകൽ എന്ന് കൺവിൻസ് ചെയ്തത്. പക്ഷേ ഐഡന്റിറ്റി വാങ്ങാൻ കഴിയില്ല, റെന്റ് ചെയ്യാൻ മാത്രമേ കഴിയൂ. പേയ്മെന്റ്സ് ഒരിക്കലും തീരില്ല. ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ഒരു ആഴമായ കാര്യം മനസ്സിലാക്കുന്നു. നെറ്റ്വർത്തും സെൽഫ് വർത്തും രണ്ട് വ്യത്യസ്ത നമ്പേഴ്സാണ്. ഈ കൺഫ്യൂഷൻ തീർന്നാൽ ജീവിതം മാറും. 3 മാസം സേവ് ചെയ്തു, ആഗ്രഹിച്ചത് വാങ്ങി, ഒരു 2 ആഴ്ച ആഹ്ലാദം, പിന്നെ നോർമലാകുന്നു. ഇപ്പോൾ അടുത്തത് വേണം. ഇതിനെ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. പേഴ്സണൽ ഫിനാൻസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒന്ന്. റേസ് കിട്ടി, ന്യൂ ഫ്ലാറ്റ്, വെക്കേഷൻ, ന്യൂ ഫോൺ. ഓരോന്നും ആദ്യം അമേസിംഗ്, പിന്നെ നത്തിങ്. പക്ഷെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നു. അതേ ഹൈനായി കൂടുതൽ ചെലവ്, ബിഗർ കാർ, ബിഗർ ഫ്ലാറ്റ്, എക്സ്പെൻസീവ് ട്രിപ്സ്. ഇതൊരു ട്രെഡ്മിലാണ്, ആക്സിലറേറ്റ് ആകുന്നു. ഈ ട്രെഡ്മില്ലിൽ നിന്ന് ഇറങ്ങുന്നവർ അഡാപ്റ്റ് ആകാത്ത ഇൻവെസ്റ്റ്മെന്റ്സിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു. റിലേഷൻഷിപ്സ്, പേർപ്പസ്, മാസ്റ്ററി, ഫ്രീഡം, ഇവ മാത്രം കോമ്പൗണ്ട് ആകുന്നു. 1000 രൂപ നഷ്ടപ്പെടുന്ന വേദന 1000 രൂപ കിട്ടുന്ന സന്തോഷത്തിന്റെ ഇരട്ടിയാണ്. ഇത് ഒപ്പീനിയൻ അല്ല. നൊബേൽ പ്രൈസ് ജേതാക്കളായ സൈക്കോളജിസ്റ്റ് ഡാനിയൽ കാനമനും ഏമോസ് ടെർവേർസ്കിയും പ്രൂവ് ചെയ്ത റീസെർച്ചാണ്. ബിഹേവിയറൽ എക്കണോമിക്സിന്റെ ഫൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ലോസ് അവേർഷൻ. ലൂസിംഗ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഹോൾഡ് ചെയ്തിരിക്കാൻ നിർബന്ധിക്കുന്നു. സെല്ല് ചെയ്താൽ ലോസ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? വേർത്തുള്ള ശമ്പളം ചോദിക്കാൻ ഭയം. ഓഫർ നഷ്ടപ്പെടുമോ? ഇഷ്ടമില്ലാത്ത ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ചേഞ്ചിന്റെ റിസ്ക് ഇപ്പോഴത്തെ പെയിനിനേക്കാൾ വലുതായി തോന്നുന്നു. ലോസിന്റെ ഭയം. നിങ്ങൾ എടുക്കുന്ന ഓരോ ഫിനാൻഷ്യൽ ഡിസിഷനും നിയന്ത്രിക്കുന്ന ഇൻവിസിബിൾ ഹാൻഡ് ആണ്. ഇത് നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റൈഡ് ചെയ്യാൻ തുടങ്ങാം. ഒരു ദിവസം സേവ് ചെയ്തോളാം, ശമ്പളം കൂടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ ഫിനാൻസ് ശരിയാക്കാം. ഒരു ദിവസം. പേഴ്സണൽ ഫിനാൻസിൽ ഏറ്റവും ചെലവ് കൂടിയ വാക്ക്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പവറിൽ ടൈം ന്യൂട്രൽ അല്ല, ടൈം മൾട്ടിപ്ലയർ ആണ്. 25 വയസ്സിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടയർമെന്റിൽ ഏകദേശം 70,000 പ്ലസ്. 45 വയസ്സിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം 17,000. പൈസ ഒന്ന് തന്നെ, വ്യത്യാസം ടൈം മാത്രം. ഓരോ ഡിലേയും ഓരോ വർഷം നഷ്ടമല്ല, ആ വർഷത്തിന് ശേഷം കോമ്പൗണ്ട് ആകുന്ന ഓരോ വർഷവും നഷ്ടമാണ്. ഒരു ദിവസത്തിന്റെ വില ഡെക്കേഡ്സിൽ അടയ്ക്കുന്നു. ഷിഫ്റ്റ് നമ്പർ 2, ഗോൾസ് അല്ല, ഐഡന്റിറ്റി മാറ്റൂ. വ്യത്യാസം സട്ടിലാണ്, പക്ഷേ റെവല്യൂഷണറിയാണ്. ഒരു ഗോൾ പറയുന്നത് ഞാൻ സേവ് ചെയ്യണം, ഒരു ഐഡന്റിറ്റി പറയുന്നത് ഞാൻ വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ആളാണ്. ഹാബിറ്റ് ഫോർമേഷനിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ചെയ്ത ജെയിംസ് ക്ലിയറിന്റെ റീസെർച്ച് കാണിക്കുന്നത് ഐഡന്റിറ്റി ബേസ്ഡ് ചേഞ്ച് ഔട്ട്കം ബേസ്ഡ് ചേഞ്ചിനേക്കാൾ ഡ്യൂറബിൾ ആണ്. ഒരു ബിഹേവിയർ നിങ്ങൾ ആരാണ് എന്നതിന്റെ പാർട്ടാകുമ്പോൾ സ്റ്റിക്ക് ആകുന്നു. ഓരോ ഫൈനാൻഷ്യൽ ഡിസിഷനും ആ ആളാകുന്നതിനുള്ള ഒരു വോട്ടാണ്. ഇമ്പൾസ് ബൈ സ്കിപ്പ് ചെയ്തു, വോട്ട്. സേവിങ്സ് ഓട്ടോമേറ്റ് ചെയ്തു, വോട്ട്. ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചൊരു പേജ് വായിച്ചു, വോട്ട്. വോട്ട്സ് അക്യുമുലേറ്റ് ആകുന്നു, ഐഡന്റിറ്റി സോളിഡിഫൈ ആകുന്നു, ബിഹേവിയർ എഫർട്ട്ലെസ് ആകുന്നു. നിങ്ങൾ ചെയ്യുന്നത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കേണ്ട, നിങ്ങൾ ആരാണ് എന്നത് ചേഞ്ച് ചെയ്തു, ബാക്കി ഫോളോ ആകും. ഷിഫ്റ്റ് നമ്പർ 3, മണിയുടെ മീനിങ് റീഡിഫൈൻ ചെയ്യൂ. ഭൂരിഭാഗം ആളുകൾക്കും മണിയുമായി ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പാണ്. ഏൺ, സ്പെൻഡ്, സ്ട്രെസ്. ശരിക്കും വെൽത്ത് ബിൽഡ് ചെയ്യുന്നവർ വ്യത്യസ്തമായി നോക്കുന്നു. മണി ഈസ് ഈക്വൽ ടു സ്റ്റോർഡ് ഫ്രീഡം. സേവ് ചെയ്ത ഓരോ റുപ്പിയും ഡിനൈ ചെയ്ത റുപ്പിയല്ല, ഭാവിയിലെ ചോയ്സിന്റെ ഒരു യൂണിറ്റ് ആണ്. ആ റീഫ്രെയിം ഇന്റേണലൈസ് ചെയ്തു കഴിഞ്ഞാൽ സ്പെൻഡിങ്ങിനോടുള്ള റിലേഷൻഷിപ്പ് മാറും. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം മാറും. ഇതിനാണോ ഞാൻ എൻ്റെ ഫ്രീഡം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ചില പർച്ചേസസ് വർത്ത് ആകും, തീർച്ചയായും. ഗോൾ ഡെപ്രിവേഷൻ അല്ല, ഗോൾ ഇന്റൻഷനാലിറ്റിയാണ്. ശരിക്കും മാറ്റർ ചെയ്യുന്നതിന് സ്പെൻഡ് ചെയ്യൂ. അൺകോൺഷ്യസ് ഓട്ടോമാറ്റിക് സ്പെൻഡിങ് ആരെ സെർവ് ചെയ്യുന്നു, ആ കമ്പനീസിനെ സെർവ് ചെയ്യുന്നത്, അത് സ്റ്റോപ്പ് ചെയ്യും.
ഷിഫ്റ്റ് നമ്പർ 4, മണിയെക്കുറിച്ച് സംസാരിക്കാൻ കംഫർട്ടബിൾ ആകും. ഫൈനാൻഷ്യൽ ഷെയിം സൈലൻസിലാണ് ത്രൈവ് ചെയ്യുന്നത്. ഹയസ്റ്റ് ROI മൂവ്സിലൊന്ന് ഹോണസ്റ്റ് ഫൈനാൻഷ്യൽ കോൺവെർസേഷൻസ് ആരംഭിക്കുക. ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട്, പാർട്ട്ണറോട്, ഒരേ പാത്തിലുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റി. ബ്രാഗ് ചെയ്യാനല്ല, കമ്പയർ ചെയ്യാനല്ല, ലേൺ ചെയ്യാൻ, നോർമലൈസ് ചെയ്യാൻ, അക്കൗണ്ടബിൾ ആണ്. റീസർച്ച് ആവർത്തിച്ച് കാണിക്കുന്നു, നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഔട്ട്കംസിനെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പൈസ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടല്ല, നോംസ് കണ്ടീജിയസ് ആണ്. ഓവർ സ്പെൻഡിങ് നോർമലും സേവിങ് സ്ട്രേഞ്ചുമായ ആളുകൾക്കൊപ്പം ടൈം ചെലവഴിച്ചാൽ അതാകും നിങ്ങളുടെ നോർമൽ. വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഓപ്പൺലി സംസാരിക്കുന്നവർക്കൊപ്പം ഉണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആയത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആകും. ഷിഫ്റ്റ് നമ്പർ 5, റെഡി ആകുന്നതിന് മുൻപ് തുടങ്ങും. ചെറുതായി, ഇന്ന്. പെർഫെക്റ്റ് ബജറ്റ് ഉണ്ടാകും വരെ കാത്തിരിക്കരുത്. കൂടുതൽ ഏൺ ചെയ്യും വരെ വെയിറ്റ് ചെയ്യരുത്. ശരിയായ ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യരുത്. പെർഫെക്റ്റ് മൊമെന്റിന് കാത്തിരിക്കുന്ന സൈക്കോളജി സ്കാർസിറ്റി മൈൻഡ്സെറ്റിന്റെ മറ്റൊരു കോസ്റ്റ്യൂമാണ്. ഇപ്പോഴും ഫിയറാണ്. ട്രൈ ചെയ്ത് ഫെയിൽ ആകുമോ എന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ബ്രെയിൻ. പക്ഷേ ബ്രെയിൻ ഇഗ്നോർ ചെയ്യുന്ന ഒന്ന്, സ്റ്റാർട്ട് ആകാതിരിക്കുന്നതിന്റെ കോസ്റ്റ്. ഓരോ ഡിലേയും ഇന്റേണൽ ടാക്സ് ആണ്. ഒരിക്കലും കാണാത്ത കമ്പൗണ്ട് ഗ്രോത്ത്, ഒരിക്കലും ബിൽഡ് ആകാത്ത ആ വേർഷൻ ഓഫ് യു. ഒരുപാട് മണി വേണ്ട, ഒരു ഡിസിഷൻ മതി. 500 രൂപ ഓട്ടോ ട്രാൻസ്ഫർ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ബുക്കിന്റെ ഒരു ചാപ്റ്റർ, ഫൈനാൻസസിനെ കുറിച്ചുള്ള ഒരു ഓണസ്റ്റ് കോൺവെർസേഷൻ. ഡ്രമാറ്റിക് ആകേണ്ട, റിയൽ ആകണം. പേഴ്സണൽ ഫൈനാൻസിൽ ഏറ്റവും പവർഫുൾ ഫോഴ്സ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, എക്സ്ട്രോർഡിനറി ആണത്. കോമ്പൗണ്ട് ഐഡന്റിറ്റിയാണ്. ചെറുതായി കൺസിസ്റ്റന്റ്ലി ആയ ഓരോ ആക്ഷനും ബ്രെയിൻ ഒരു സ്റ്റോറി പറയുന്നു, ഈ ആളാണ് ഞാൻ എന്ന്. ആ സ്റ്റോറി ആഴത്തിലാകുന്നു, ആ ഐഡന്റിറ്റി സോളിഡിഫൈ ആകുന്നു. ഒടുവിൽ നിങ്ങൾ ആ ആളാകുന്നു. ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ആക്സിഡന്റലി വന്നതല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാഗമുണ്ട്, അതറിയുന്നു. മണിയുമായുള്ള ഈ റിലേഷൻഷിപ്പ് മാറ്റേണ്ടതുണ്ട്. ഫെയിലിംഗ് ആണ് എന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റൊന്നിന് കേപ്പബിൾ ആണ് എന്നതുകൊണ്ട്. ട്രാപ്പ് ഒരിക്കലും മണി ആയിരുന്നില്ല, ഇൻകം ആയിരുന്നില്ല, ഇക്കോണമി ആയിരുന്നില്ല, ഒരു സ്റ്റോറി ആയിരുന്നു. ചോദ്യം ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് മണി എന്താണ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്താണ് എന്നൊരു പറഞ്ഞൊരു സ്റ്റോറി. സ്റ്റോറീസ് റീറൈറ്റ് ചെയ്യാൻ കഴിയും. ഇന്ന് തുടങ്ങും, സൺഡേയിലല്ല, ഇന്ന്. ഈ വീഡിയോ നിങ്ങളിൽ എന്തെങ്കിലും അൺലോക്ക് ചെയ്തെങ്കിൽ ഇത് കേൾക്കേണ്ട ഒരാളിലേക്ക് ഷെയർ ചെയ്യും. ഇതുപോലെ സർഫസിന് അടിയിൽ ഡിഗ് ചെയ്യുന്ന കോണ്ടന്റ് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യും. കോമന്റിൽ ഒരു കാര്യം പറഞ്ഞു, ജീവിതത്തിൽ മണിയെക്കുറിച്ച് ഏത് ബിലീഫാണ് റിലീസ് ചെയ്യാൻ റെഡിയാണ്.